വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മുടെ ചാനലിൽ 38ാമത്തെ മൊബൈലാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതാണ് മൊബൈൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ കില്ലർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന OnePlus Nord 2 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതുവരെ ചെയ്ത മൊബൈലിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഇവിടെ ഐകാർഡിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ പോയി കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതാണിന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ്. OnePlus Nord 2 5G എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ബോക്സിനകത്ത് വരുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ മൊബൈലുണ്ട്, അതിനുശേഷം ഒരു കാറ്റലോഗ് അടങ്ങിയിട്ടുള്ളൊരു ബുക്ക്ലെറ്റ് ഉണ്ടാവും. Type-C ചാർജിങ്, അതായത് USB-A to Type-C ചാർജിങ് കേബിൾ ഉണ്ട്. പിന്നീടുള്ളത് 65 വാട്ടിൻ്റെ 65 വാട്ടിൻ്റെ സൂപ്പർ അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജറാണ് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോക്സിനകത്ത് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണൊന്ന് ഓപ്പൺ ചെയ്യാം. അതോടൊപ്പം തന്നെ ഫോണിൻ്റെ ഡിസൈനും അതുപോലെ മറ്റു കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോണൊന്ന് ഓപ്പൺ ചെയ്യാം. OnePlus പവേർഡ് ബൈ ആൻഡ്രോയിഡ്. അപ്പോൾ ആദ്യം തന്നെ ഡിസൈനിലേക്ക് കിടക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് 3 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള ഗ്രേ സേറ എന്ന് പറയുന്ന ഒരു കളറും ബ്ലൂ ഹെയ്സും പിന്നെ ഒരു ഗ്രീൻ വുഡും. ഇവിടെ ഖത്തറിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു 2 കളേഴ്സാണ്, അതായത് ഗ്രേ സേറയും ബ്ലൂ ഹെയ്സുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രീൻ വുഡ് എനിക്ക് തോന്നുന്നു അവൈലബിൾ അല്ല ഇപ്പോൾ നിലവിൽ. എനിവേ പിറകിൽ ഇതിൻ്റെ ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഒരു ഗ്ലാസ് മെറ്റീരിയലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കളറിൽ ഒരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ തന്നെ ബ്ലൂ കളറിൽ വരുന്നത് ഒരു ഗ്ലോസി കളർ മെറ്റീരിയലാണ്. അത്യാവശ്യം കാണാൻ വളരെ ഭംഗിയുള്ള ഒരു 3 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിത്ത് ഫ്ലാഷാണ്. അതുപോലെ തന്നെ OnePlusൻ്റെ ഒരു എംബ്ലം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബോഡി ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ പവർ ബട്ടൺ ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം. അതുപോലെ തന്നെ സ്ലൈഡർ കീ, സൈലൻറ്റ് വൈബ്രേറ്റ് മോഡ് ഓൺ ചെയ്യുന്ന സ്ലൈഡർ കീ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. മുകളിൽ ഒരു എക്സ്റ്റേണൽ മൈക്ക് മാത്രമാണുള്ളത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഉള്ളത്. ഇനി താഴ്ഭാഗത്ത് വന്നാൽ സിം ട്രേ, അതുപോലെ തന്നെ Type-C ചാർജിങ് പോർട്ട്, എക്സ്റ്റേണൽ മൈക്ക്, സ്പീക്കറുകളിൽ. ഇത്രയാണ് നമുക്കൊരു ഓവറോൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക. എനിക്ക് തോന്നുന്നു ഡിസൈൻ വൈസ് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കുള്ള ഒരു ഡിസൈൻ തന്നെയാണ് OnePlus Nord 2 കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 6.43 ഇഞ്ചിൻ്റെ ഫ്ലൂയിഡ് MOLED ഡിസ്പ്ലേ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 90 Hz ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ Full HD+ ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. 409 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിൻ്റെ ഡെൻസിറ്റി വരുന്നത്. HDR10+ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. MOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിൽ വളരെ ബ്രൈറ്റ്ഫുൾ ആയിട്ടുള്ള വിഷ്വൽ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും നമുക്ക് അത്യാവശ്യം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷ്വൽ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഔട്ട് സൈഡ് ആണെങ്കിൽ പോലും അത്യാവശ്യം ഒരു എബവ് ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കിതിൽ ഡിസ്പ്ലേയുള്ള കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു OnePlus Nord 2 കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കറാണ് ഈ ഒരു OnePlus Nord 2 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ താഴ്ഭാഗത്ത് ഒരു മെയിൻ സ്പീക്കറും അതുപോലെ ഇവിടെ ഒരു സ്പീക്കറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത് നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സ്പീക്കറാണ്. അതായത് നമുക്ക് ഒരു അത്യാവശ്യം ലൗഡ് ആയിട്ടുള്ള എന്നാൽ നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു സ്പീക്കർ ക്വാളിറ്റിയാണ് എനിക്ക് ഈ ഒരു OnePlus Nord 2 നിന്ന് ഫീൽ ചെയ്തത്. അപ്പോൾ സ്പീക്കർ വൈസ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാനാവും. എനിക്ക് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്ത് ഫീൽ ചെയ്ത്. ഇനി ഫേസ് ലോക്ക് നോക്കുകയാണെങ്കിൽ ഇതും വളരെ മികച്ച രീതിയിൽ തന്നെ ഫേസ് ലോക്കും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു OnePlus Nord 2 വർക്ക് ആവുന്നുണ്ട്. ഇനി ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ MediaTekൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറായ MediaTek Dimensity 1200 5G ചിപ്സെറ്റാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 6 nm ആണ് ഇതിൻ്റെ ചിപ്സെറ്റ് സൈസ് വരുന്നത്. ഒക്ടാ കോറിൽ 3 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. ഇതിന് GPU പരിശോധിക്കുകയാണെങ്കിൽ Mali G77 MC9 എന്ന് പറയുന്ന GPU ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗെയിമിംഗ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്കിതിൽ കളിക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇതിലില്ല. 3 മെമ്മറി വേരിയൻസിലാണ് ഇത് വരുന്നത്. 6GB റാമിൽ 128, 8GB റാമിൽ 128, 12GB റാമിൽ
നോക്കുകയാണെങ്കിൽ 256GB മെമ്മറി വേരിയൻ്റ് ആണ് നിലവിൽ വരുന്നത്. ഇവിടെ ഖത്തറിൽ ഇപ്പോൾ നിലവിൽ 8GB + 128ഉം 12GB + 256GB മെമ്മറി വേരിയൻ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ 11 ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവരുടെ തന്നെ ഓക്സിജൻ OS ആയ 11.3 ആണ് ഇതിൽ സോഫ്റ്റ്വെയർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് രീതിയിലുള്ളൊരു സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ തന്നെയാണ് ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കണക്ടിവിറ്റി സൈഡ് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ 5G ബാൻഡ് സപ്പോർട്ടാണ്. അതോടൊപ്പം തന്നെ Wi-Fi 6 ആണ് ഇതിൽ എനേബിൾ ആയിട്ടുള്ളത്. അതുപോലെ ബ്ലൂടൂത്ത് 5.2 ആണുള്ളത്. NFC കൂടി ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നു. 4500 mAh ആണ് ഇതിൻ്റെ ബാറ്ററി ഉൾപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ബോക്സിൽ വരുന്ന ചാർജർ 65 വാട്ടിൻ്റെ ചാർജറാണ്. 0 to 100 ഫുള്ളാകാൻ ഏകദേശം വെറും 30 മിനിറ്റ് മാത്രമേ എടുക്കൂ എന്നാണ് കമ്പനിയുടെ അവകാശവാദം. അപ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫാണ് എനിക്കിതിൽ നിന്ന് 2-3 ദിവസം യൂസ് ചെയ്തപ്പോൾ പെർഫോമൻസ് കാണാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു ഫോൺ നമുക്ക് ചാർജ് ചെയ്തെടുക്കാനും കൂടി സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഏകദേശം അരമണിക്കൂറിന് മുകളിൽ ഞാൻ ഗെയിം കളിച്ചു. അപ്പോൾ എനിക്ക് ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഗെയിം കളിക്കാനും സാധിക്കുന്നുണ്ട്. വളരെ പെർഫെക്റ്റായിട്ട് വലിയ ഫ്രെയിം റേറ്റിൽ വലിയ ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് വളരെ സ്മൂത്തായിട്ട് തന്നെ ഗെയിം കളിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം OnePlus Nord 2 എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ കൂടി സപ്പോർട്ടായിട്ടുള്ളൊരു മൊബൈൽ തന്നെയാണ്. OnePlus Nord 2ൽ 3 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ലെൻസ്, f1.9 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള മെയിൻ ലെൻസും 8 മെഗാപിക്സലിൻ്റെ f2.3 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള അൾട്രാ വൈഡ് ലെൻസും 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മോണോക്രോം ലെൻസുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിറകിലെ ക്യാമറ വെച്ചിട്ടെടുത്ത വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ചില സെനാരിയോയിൽ നമുക്കിത് അത്യാവശ്യം നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോസ് ലഭിക്കുകയും ചില സെനാരിയോയിൽ നമുക്ക് ഇത്തിരി കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ സാച്ചുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് എനിക്ക് ലഭിച്ചത്. പക്ഷേ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള, ഇനി സൂം ചെയ്താലും വലിയ ക്വാളിറ്റി നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 4K 30 frames/second ആണ് ഇതിൽ വീഡിയോ മാക്സിമം ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. വീഡിയോസും ഫോട്ടോസൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും തന്നെയാണ് എനിക്ക് ഈ ഒരു ഫോണിൽ നിന്നും ഔട്ട്പുട്ടായിട്ട് ലഭിച്ചത്. ഇത് OnePlus Nord 2ൽ എടുക്കുന്ന വീഡിയോ ആണ്. 4K 30 frames/second ആണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് ഇതിൻ്റെ സ്റ്റെബിലിറ്റി വരുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എത്രത്തോളം സ്റ്റേബിൾ ആണ്, എത്രത്തോളം നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്, അതുപോലെ വിഷ്വൽ ആണെന്നുള്ളത്. അപ്പോൾ എനിക്കിതിൽ ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരല്പം സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ ഒരല്പം കളർഫുൾ ആയിട്ടുള്ളൊരു വിഷ്വലാണ്. അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതല്ല, കുറച്ചും കൂടി ഒരു കളറ് കൂടിയിട്ടുള്ള രീതിയിലുള്ളൊരു വിഷ്വലാണ്. പക്ഷേ അത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലേക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് വലിയ എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ നമുക്കിതിൽ വീഡിയോ എടുത്തിട്ട് ഇതേപോലെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം കളർഫുൾ ആയിട്ടുള്ളൊരു വിഷ്വലാണ് എനിക്കിതിൽ ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ ഒരു കാര്യം ഒന്ന് കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക. ഇനി സെൽഫി ക്യാമറയുടെ കാര്യമെടുത്താൽ 32 മെഗാപിക്സലിൻ്റെ f2.5 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള പഞ്ച് ഹോൾ ക്യാമറയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനാണ് ഇതിൻ്റെ സ്റ്റെബിലിറ്റി വരുന്നത്. അതോടൊപ്പം തന്നെ ഫുൾ HD 30 frames/second നമുക്കിതിൽ വീഡിയോ മാക്സിമം ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സെൽഫി ക്യാമറയുടെ കാര്യമെടുത്താലും ഇതേപോലെ തന്നെ ഞാൻ പിറകിലെ ക്യാമറ പറഞ്ഞതുപോലെ ചില സമയത്ത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സിലായിട്ടുള്ള ഒരു ഫോട്ടോസ് നമുക്ക് ലഭിക്കും. ചില സമയത്ത് ഇത്തിരി വൈറ്റിഷ് ആയിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോസാണ് ലഭിക്കുക. എനിവേ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോർട്രേറ്റ് ഫോട്ടോസാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻറ്റ് നമുക്ക് വളരെ ക്ലാരിറ്റിയിൽ കാണാൻ സാധിക്കും. ഈവൻ ഈ ഹെയർ പോലും വളരെ മികച്ച രീതിയിൽ തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ചില ഫോട്ടോസിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ പിറകിലെ ക്യാമറയും സെൽഫി ക്യാമറയും വെച്ച് നോക്കുകയാണെങ്കിൽ ക്യാമറ വൈസ് അത്യാവശ്യം എബോവ് ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു OnePlus Nord 2 കാഴ്ചവെക്കുന്നത്. ഇനി ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് പരിശോധിക്കുകയാണെങ്കിൽ 6GB + 128ന് ഇന്ത്യയിൽ വില വരുന്നത് 27,999 റുപ്പീസും 8GB + 128ന് 29,999 റുപ്പീസും 12GB + 256GBക്ക് 34,999 റുപ്പീസുമാണ് പ്രൈസ് വരുന്നത്. ഇവിടെ ഖത്തറിൽ 2 മെമ്മറി വേരിയൻ്റ് ആണ് ഇറങ്ങുന്നത്. 8GB + 128ന് 1,599 ഖത്തർ റിയാലും അതുപോലെ തന്നെ 12GB + 256GBക്ക് 1,799 ഖത്തർ റിയാലാണ് ഇവിടെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഓവറോൾ പരിശോധിക്കുകയാണെങ്കിൽ ഹാർഡ്വെയർ സൈഡും സോഫ്റ്റ്വെയർ സൈഡ് കൊണ്ടും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോണാണ്, അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ഒരു ഫോൺ തന്നെയാണ് OnePlus Nord 2 5G എന്ന് പറയുന്നത്. 90 Hz റിഫ്രഷ് റേറ്റിന് പകരം 120 Hz റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ കൂടി ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു മികവ് നമുക്ക് ഡിസ്പ്ലേയിൽ നിന്ന് പ്രതീക്ഷിക്കാമായിരുന്നു. എനിവേ ഓവറോൾ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി, ക്യാമറ ക്വാളിറ്റി, അതുപോലെ തന്നെ ബാറ്ററി ലൈഫ് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എബോവ് ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ് നൽകുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു OnePlus Nord 2 5G. അപ്പോൾ
നിങ്ങൾ ഈ ഒരു OnePlus ഫോൺ ഇഷ്ടപ്പെടുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫോൺ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ് OnePlus Nord 2 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഇന്നത്തെ ഈ ഒരു OnePlus Nord 2യുടെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ടെക് സംബന്ധമായ സംശയം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ തന്നെ വീഡിയോയിലും കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് കമൻറ്റിലൊന്ന് പറയുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞാൻ വിട പറയുന്നു. സെയ്ദ് ഇർഷാദ്.